നമ്മൾ കണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് 1+x, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1-x അല്ലെ. അപ്പം നമ്മൾ ഇതിന്റെ ഡൊമൈൻ എന്താന്ന് കണ്ടായിരുന്നു അല്ലെ. ഡൊമൈൻ എന്താണ്? എഫിന്റെ ഡൊമൈന് റൂട്ടിനകത്ത് നെഗറ്റീവ് വരത്തില്ലാത്ത രീതിയിൽ എക്സ് വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന എപ്പോഴാണ്? എക്സ് 1 ആകുമ്പോൾ -1 ആകുമ്പോൾ കുഴപ്പമില്ല, 0 വരും. -2 -3 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും അല്ലെ. ഇതിനകത്ത് നെഗറ്റീവ് വരും. -2 +1 -1 വരും. റൂട്ട് -1 നമുക്ക് ഇമാജിനറി ആണ്, ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന്റെ ഡൊമൈൻ -1 തുടങ്ങി ഇൻഫിനിറ്റി വരെ പോകാം. ഇനി ഇവിടെ 1-x, ജി ഓഫ് എക്സ് പറഞ്ഞ 1-x ആണ്. ജി ഓഫ് എക്സ് 1-x ആവുക എന്ന് പറഞ്ഞാല് എന്താണ്? റിയൽ 1-x എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് നെഗറ്റീവ് ആകാൻ പാടില്ല. എക്സ് 1-നേക്കാൾ വലുത് നമ്പർ ആയാൽ എന്ത് ഡൊമൈന് നെഗറ്റീവ് നമ്പർ ആവാനായിട്ട് പറ്റത്തില്ല. റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പറ്റത്തില്ല. അപ്പൊ എക്സ് 1-നേക്കാൾ വലുതായി പോയാൽ പ്രശ്നം വരും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? 1 നെഗറ്റീവ് ആയ കുഴപ്പമില്ല. ഇവിടെ മൈനസും ഇൻറ്റു മൈനസ് പ്ലസ് ആയിക്കോളൂ അല്ലെ. അപ്പം നമുക്ക് പരമാവധി 1 വരെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം -∞ തുടങ്ങി 1 വരെ ഡൊമൈൻ ഉള്ളൂ അല്ലെ. പിന്നെ f+g, f-g, f/g ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഇതിന്റെ ഡൊമൈൻ ആരാന്ന് നോക്കണം അല്ലെ. രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ ആ ഡൊമൈൻ. ഡൊമൈൻ ഓഫ് എഫ് ആൻഡ് ഡൊമൈൻ ഓഫ് ജി എന്താന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ f+gയുടെ f-gയുടെ f/gയുടെ ഒക്കെ ഡൊമൈൻ ആരാണ്? ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ -1 ഇൻഫിനിറ്റി ഇന്റർസെക്ഷൻ -∞ 1. രണ്ടുപേരുടെയും കൂടി ഇന്റർസെക്ഷൻ എന്താന്ന് ഞാൻ താഴെ ഇവിടെ വരച്ചിട്ടുണ്ടോ? രണ്ടുപേരുടെയും കൂടെ ഇന്റർസെക്ഷൻ ഞാൻ ഇവിടെ വരച്ചാൽ നിങ്ങൾ കണ്ടിരുന്നോ? നോട്ടിലാണ്, അത് കഴിഞ്ഞിട്ടാന്ന് തോന്നല്ലേ. അതിന്റെ ഭാഗത്ത് അല്ല, നിങ്ങളെ ഒന്ന് വരച്ച് നോക്കിക്കേ. അത് ഇത് തന്നെ കറക്റ്റ്. ഇത് കണ്ടോ? -∞ തുടങ്ങി ഇവിടെ നമുക്ക് -1 തുടങ്ങി ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞ് ഇത്രയും ഭാഗം വരും അല്ലെ. -1 തുടങ്ങി ഇൻഫിനിറ്റി വരെ. പിന്നെ -∞ തുടങ്ങി 1 വരെ എന്ന് പറഞ്ഞ് ഇത്രയും വരും അല്ലെ. അപ്പൊ എന്താ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? -1 1 ആണ്. അപ്പം f+gയുടെ f-gയുടെ ഒക്കെ ഡൊമൈൻ ആരാണ്? ക്ലോസ് ഇന്റർവൽ -1 1 ആണ്. പിന്നെ കൂട്ടി നോക്കിയാൽ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കൂട്ടിയാൽ മതി, ചുമ്മാ എടുത്ത് എഴുതിയിരിക്കുന്ന പോലെ അല്ലെ. f+g എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. √(x) 1+x plus √(1-x). അടുത്ത √(1+x by √(1-x) അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. f/g f×g. ഇങ്ങനെയാണ്, ഇത്രയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ 1-to ഫംഗ്ഷൻ പലതരത്തിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പം 1-to-1 ഫംഗ്ഷൻ, 1-to ഫംഗ്ഷൻ, അങ്ങനെ പല ഫംഗ്ഷൻ. 1-to-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഡൊമൈനിലുള്ള ഒരാൾക്ക് ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു ഇമേജ് വേണം. മനസ്സിലായല്ലോ? ഒന്ന് കൂടുതൽ ഇമേജ് വന്നാൽ ഫംഗ്ഷൻ അല്ല. പിന്നെന്താണ്? പലരുടെ ഇമേജ് ഒരാളാവാം അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻ. അതായത് എയ്ക്ക് ഒരു ഇമേജ് വേണം, ആ ഇമേജ് വേറെ ആരുടെ ഇമേജ് ആവാൻ പാടില്ല. മനസ്സിലായോ? അതാണ് എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു, ഇതാണ് ഡെഫിനിഷനെ. എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി 1-to-1 ഓർ ഇൻജെക്റ്റീവ് എന്ന് പറയും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് f of a equal to f of b, രണ്ട് ഇമേജും സെയിം ആയാൽ എന്ത് സംഭവിക്കണം? എയും ബിയും ഈക്വൽ ആകണം. ഫോർ ഓൾ എ ആൻഡ് ബി ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. A function f from x to y is said to be 1-to-1 or injective if different image elements in domain x have distinct image. വ്യത്യസ്തങ്ങളായ എലമെന്റ്സിന് വ്യത്യസ്തങ്ങളായ ഇമേജ് കിട്ടണം. മനസ്സിലായോ? അതുകൊണ്ട് ഇമേജ് ഉണ്ടാവണം, അത് വ്യത്യസ്തമായിട്ട് കിട്ടണം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാവേ. ഡിറ്റർമൈൻ വെദർ ദ ഫംഗ്ഷൻ f from x to where വിത്ത് ഇതിന്റെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനാണ്. വാല്യൂ എന്താന്ന് ഇവിടെ നോക്കി. എക്സ് എന്താന്ന് തന്നിട്ടുണ്ട്, y എന്നാന്ന് തന്നിട്ടുണ്ട്. f of a 4 ആണ്, f of b 5 ആണ്, f of c 1 ആണ്, f of d 3 ആണ്. അങ്ങനെയാണ് നമ്മളൊന്ന് വരച്ച് നോക്കുവാണേ. എക്സ് ഫ്രം x to y a b c d ഇട്ടു 1 2 3 4 5. എക്ക് ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എയുടെ ഇമേജ് 4 ആണെന്ന് തന്നിട്ടുണ്ട്, ബിയുടെ ഇമേജ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. 3 ആണോ? ബിയുടെ ഇമേജ് 5 ആണെന്ന് തന്നിട്ടുണ്ട്, സിയുടെ ഇമേജ് 1 ആണെന്ന് തന്നിട്ടുണ്ട്, ഡിയുടെ ഇമേജ് 3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. The function f is 1-to-1 because 1-to-1 function f takes on different values of. കാരണം ഇത് 1-to-1 ആകാൻ കാരണം എന്താ? എയുടെ ഇമേജ് ആരാണ്? 4 ആണ്. ഈ 4 വേറെ ആരുടെ ഇമേജ് അല്ല, എക്ക് സ്വന്തം അല്ലെ. ബിയുടെ സ്വന്തമായിട്ടുള്ള ആള് ബിക്ക് മാത്രമാണ്, വേറെ ആരും ഇതിന് അവകാശപ്പെട്ട് വരുന്നില്ല. ഡിയുടെ സ്വന്തം
3 ആണ്. അത് വേറെ ആർക്കും അവകാശമില്ല അല്ലേ? അപ്പൊ അങ്ങനെ യുണീക്ക് ആൻഡ് ഓൺലി വൺ ഇമേജ്. നോൺ ടു എന്ന് പറഞ്ഞാല് എന്താന്ന് ചോദിച്ചാല് റേഞ്ച് നമ്മൾ ഡൊമൈൻ തന്നെയാണ് റേഞ്ച് എങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ഡൊമൈനും റേഞ്ചും വ്യത്യാസം ഉണ്ടല്ലേ. അതായത് ഈ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും തമ്മിൽ വ്യത്യാസം ഉണ്ട് അല്ലെ. അപ്പൊ ഡൊമൈനിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ കോഡൊമൈനിലെ എല്ലാവരുമായിട്ട് ബന്ധം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെ ബന്ധമുള്ളവരുടെ എല്ലാം കൂടെ കളക്ഷൻ ആണ് റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? അപ്പം നമ്മളിവിടെ എന്താന്ന് ചോദിച്ചാലോ ഡൊമൈനിലുള്ള എല്ലാവർക്കും പ്രീമേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, അത് ഓൺ ടു ആണെന്ന് പറയാം. അതിനൊരു ഡിഫിനിഷൻ ഉണ്ട്, നോക്കിയേ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് കോൾഡ് ഓൺ ടു ഓർ സർജക്റ്റീവ് if and only if every element B belongs to B, there is an element A belongs to A with B equal to f of A. കണ്ടോ? അതായത് എയിലുള്ള എല്ലാവർക്കും എവിടെ ഇമേജ് വേണം, ബിയില് ഇമേജ് വേണം. മനസ്സിലായി? എയിൽ നിന്ന് ഒരു എ എടുത്താൽ അവർക്ക് ഇമേജ് എവിടെ വേണം, ബിയിൽ വേണം. അതെങ്ങനെ ആയിരിക്കും? ബി എന്ന് പറയുന്ന എയുടെ ഇമേജ് ആയിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നുണ്ടോ? എഫ് ഫ്രം എ ടു ബി, എ എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ഡി, ബി എന്ന് പറയുന്നത് 1 2 3. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എ 3 ആന്ന് പറയുന്നു, എഫ് ഓഫ് ബി 2 ആന്ന് പറയുന്നു, എഫ് ഓഫ് സി 1 ആന്ന് പറയുന്നു, എഫ് ഓഫ് ഡി 3 ആന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അതൊന്ന് വരച്ചു നോക്കുവാണ്. എ ബി, എയുടെ ഇമേജ് ആരാണെന്ന് തന്നിട്ടുണ്ട്. എയുടെ ഇമേജ് 3 ആണ് അല്ലെ, ബിയുടെ ഇമേജ് 2 ആണ്, സിയുടെ ഇമേജ് 1 ആണ്, ഡിയുടെ ഇമേജ് 3 ആണ് അല്ലെ. നോക്കേ, ഇവിടെ ഇത് 1 to 1 ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? എയുടെ ഇമേജ് 3 ആണ്, ഡിയുടെ ഇമേജ് 3 ആ. കണ്ടോ? 3 എന്ന് പറയുന്ന ആള് 2 പേർക്ക് അവകാശപ്പെട്ടത് അല്ലെ. അപ്പൊ ഇത് 1 to 1 അല്ല, ഇത് ഓൺ ടു ആ. കാരണം എന്താ? ഈ കണ്ടോ, ഈ ഡൊമൈനിലുള്ള എല്ലാവർക്കും പ്രീമേജ് ഉണ്ട്, അതുകൊണ്ട് അത് ഓൺ ടു ആണ്. കണ്ടോ? അപ്പൊ നിങ്ങൾ ആ ഡെഫിനേഷൻ പഠിക്കുക, എന്നിട്ട് എക്സാമ്പിൾ കൊടുക്കുക. എപ്പോഴും ഒരു എക്സാമ്പിൾ കൊടുത്തോണേ, കൊടുത്താൽ അതിന് മാർക്ക് കിട്ടും. എങ്ങനെ ഡെഫിനേഷൻ ഇത്തിരി എങ്ങനെ തെറ്റിയാലും നമുക്ക് മാർക്ക് കിട്ടും. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ ഇൻജക്റ്റീവ് അല്ലെങ്കിൽ 1 1 എന്താണ് ഓൺ ടു എന്ന് പറഞ്ഞാല് സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. നമ്മളിപ്പോ കണ്ടില്ലേ, അത് ഓൺ ടു ആണ്, പക്ഷെ 1 1 അല്ല അല്ലേ. അപ്പം ഒരു ഇമേജ് ഉള്ളായിരുന്നെങ്കിൽ അത് ഓൺ ടു ബൈജക്റ്റീവ് 1 1 ഓൺ ടു ആയിരുന്നു അല്ലെ. 1 to 1 കറസ്പോണ്ടൻസി അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക ബൈജക്റ്റീവ് മാപ്പിംഗ് എന്ന് പറയും. എക്സാമ്പിൾ കണ്ടോണേ. എഫ് ഫ്രം എക്സ് ടു വൈ, എക്സ് എന്ന് പറയുന്നത് എ ബി സി ഡി, വൈ എന്ന് പറയുന്നത് 1 2 3 4, ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എ 4 ആണ്, എഫ് ഓഫ് ബി 2 ആണ്, എഫ് ഓഫ് സി 3 ആണ്, 1 ആണ്, എഫ് ഓഫ് ഡി 3 ആണ്. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഒക്കെ ഇമേജ് ഡിഫറെന്റ് ആണ് അല്ലെ. എല്ലാവർക്കും ഇമേജ് ഉണ്ട്, ഡിഫറെന്റ് ആണ്. നോക്കിയേ, വൈയിലുള്ള എല്ലാരും പ്രീ ഇമേജിൽ ഇവിടെ ആരെങ്കിലും ഒറ്റയ്ക്ക് കിടപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ്? 1 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ, 1 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ്, ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ്, പിന്നെന്താണ് ബൈജക്റ്റീവ്. അപ്പൊ 3 ടൈപ്പ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചല്ലേ. അപ്പോ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും, ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. എത്ര ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട്, അത് എസ്എ പാർട്ടി ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ്, ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി അതുപോലെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷനും ഡിക്രീസിങ് ഫംഗ്ഷനും. ഡൊമൈനില് ഞാൻ 1 എടുത്തു, അപ്പൊ 1 ഒരു ഇമേജ് ഉണ്ട്. 2 എടുത്തു, അപ്പൊ 1 നിന്ന് 2 കൂടുക അല്ലെ. 1 കഴിഞ്ഞാൽ 1 നിന്ന് 2 വലുതാവുക. അപ്പം എന്താ? ഇമേജും വലുതാവണം. മനസ്സിലായി? 1ന്റെ ഇമേജ് 3 ആണെന്ന് വിചാരിക്കുക, 2ന്റെ ഇമേജ് 3 ആക്കാം വലിയ ആളാണെങ്കിൽ നമ്മൾ പറയാ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതായത് ഡൊമൈനിലുള്ള 2 x1 x2, x1നേക്കാൾ വലിയ x2 എടുത്താൽ അതിന്റെ ഇമേജും എങ്ങനെ ആയിരിക്കണം? എഫ് ഓഫ് x1നേക്കാൾ വലുതായിരിക്കണം. എഫ് ഓഫ് ചില വലുതോ ഈക്വലോ ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ നോക്കിയേ, എ ഫംഗ്ഷൻ whose domain and codomain are the subset of the set of real numbers is called increasing. ഇതിന്റെ 2ന്റെ ഡൊമൈൻ കോഡോമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഡെഫിനിഷൻ അതുപോലെ തന്നെ പഠിച്ചോ കേട്ടോ. ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് വൈ വെനെവർ എപ്പോ എക്സ് ലെസ് ദാൻ വൈ, എക്സ് ലെസ് ദാൻ വൈ ആവുമ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഇൻക്രീസിങ് ആണെന്ന് പറയല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൽ നിന്ന് വൈയിലോട്ട് കൂടുന്ന അനുസരിച്ച് ഇമേജും അതിന്റെ ഇമേജും കൂടി വരും. അതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ഈക്വൽ ആവാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആവാം. അതിനാണ് ഇൻക്രീസിന്റെ കേസ്.
സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ